പ്ലസ് വൺ കൊമേഴ്സിന് എക്കണോമിക്സ് എന്ന ഭാഗത്ത് രണ്ട് ഭാഗങ്ങൾ പഠിക്കണം. ഒന്ന് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നും രണ്ടാമത്തെ ഭാഗത്തിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുമാണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോണത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗം ഇതാണ്. നല്ലതുപോലെ പഠിച്ചോളണം. കൺവെർട്ടേ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മലയാളത്തില് നിർവചനം. Statistics can be defined in singular sense and plural sense. Statistics എന്ന പദത്തിന്, സ്ഥിതിവിവരശാസ്ത്രം എന്ന ഈ പദത്തിന് രണ്ട് രീതിയിൽ നിർവചിക്കാം. സിംഗുലാർ സെൻസ് ഏകവചന രൂപത്തിലും പ്ലൂറൽ സെൻസ് ബഹുവചന രൂപത്തിലും. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്കിന് രണ്ട് സെൻസിൽ നിർവചിക്കാം. ഒന്ന് സിംഗുലാർ സെൻസ്, രണ്ട് പ്ലൂറൽ സെൻസ്. സിംഗുലാർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇത്ര മാത്രമേ ഉള്ളൂ. സിംഗുലാർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, മാത്തമാറ്റിക്കൽ ഇൻഫർമേഷൻ. ഇത്ര മാത്രമേ ഉള്ളൂ പ്ലൂറൽ സെൻസ്. അതിൽ പ്രധാനം സിംഗുലാർ സെൻസ്. അപ്പൊ വാട്ട് ഈസ് സിംഗുലാർ സെൻസ്? ഇൻ സിംഗുലാർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, presentation and interpretation. Collection of data, classification of data, presentation of data, analysis of data and interpretation of data. അപ്പൊ 5 വാക്കുകൾ മാത്രം. ഒന്ന് കളക്ഷൻ, രണ്ട് ക്ലാസിഫിക്കേഷൻ, കണക്കുകൾ ശേഖരിക്കുക, കണക്കുകൾ തരംതിരിക്കുക, കണക്കുകൾ അവതരിപ്പിക്കുക, കണക്കുകളെ വിശകലനം ചെയ്യുക, വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ സിംഗുലാർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. ഇൻ സിംഗുലാർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് 5 വാക്കുകൾ: കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, analysis and interpretation of numerical data. Numerical means mathematical data. What is singular sense? In singular sense, statistics means collection of data, classification of data, presentation of data, analysis of data and interpretation of numerical data. In plural sense, statistics means only quantitative information, means mathematical information. അപ്പൊ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത്ര മാത്രം നോട്ടുകൾ, 3 സെന്റൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ സിംഗുലാർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. ഇൻ സിംഗുലാർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, presentation, analysis and interpretation of numerical or mathematical data. In plural sense, statistics means quantitative information, means mathematical information. What is the definition of statistics? 3 sentences മാത്രം നോട്ട്. Statistics can be defined in singular sense and plural sense. In singular sense, statistics means 5 വാക്കുകൾ: collection, classification, presentation, analysis and interpretation of numerical data. In plural sense, statistics means quantitative information. Quantitative means mathematical information. എല്ലാവർക്കും പറയാൻ പറ്റുന്ന നോക്കിയോണം. Statistics can be defined in singular sense and plural sense. In singular sense, statistics means collection, classification, presentation, analysis and interpretation of numerical data. In plural sense, statistics means quantitative information. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ചെറിയ Question number 2.
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓരോ സെന്റൻസ് മാത്രം ആൻസർ. എ ക്യാരക്ടറിസ്റ്റിക് which can be mathematically or numerically measured is called quantitative data. A characteristic ഏതൊന്നിന്റെ സ്വഭാവമാണോ ഗണിതപരമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നത്, അങ്ങനത്തെ ഡേറ്റ വിളിക്കുന്ന പേര് ക്വാണ്ടിറ്റേറ്റീവ്. സിമ്പിൾ ആണ്. എ ക്യാരക്ടറിസ്റ്റിക് ഏതൊന്നിന്റെ സ്വഭാവമാണോ വിച്ച് ക്യാൻ ബി മാത്തമാറ്റിക്കലി ഓർ ന്യൂമറിക്കലി ഗണിതപരമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നത്, അങ്ങനത്തെ ഡേറ്റയുടെ പേര് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ക്യാൻ ബി മാത്തമാറ്റിക്കലി ഓർ ന്യൂമറിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഇവിടെ എക്സാമ്പിൾ ആണ് പ്രധാന പരീക്ഷയ്ക്ക്. ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഏജ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഈ പറയുന്നതെല്ലാം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോഴെല്ലാവരും എഴുതിക്കോളണം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ കോളത്തിൽ. ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഏജ്, income, expenditure, etc. are the examples of quantitative data. അപ്പൊ quantitative data ഇത്ര മാത്രമേ ഉള്ളൂ. A characteristic which can be mathematically or numerically measured is called quantitative data. Example: height, weight, mark, age, income, expenditure are the examples. ഒന്നുകൂടെ, എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ക്യാൻ ബി ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എക്സാമ്പിൾസ്: ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഏജ്, ഇൻകം, എക്സ്പെൻഡിച്ചർ. ക്വാണ്ടിറ്റേറ്റീവിലെ നോട്ട് എങ്ങനെയാണോ പഠിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ്. ഒരേ ഒരു വാക്ക് മാത്രം മാറ്റുക. എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ക്യാൻ ബി എന്ന വാക്ക് ഇവിടെ മാറി കനോട്ട് ബി എന്ന് മാത്രം ചേർത്താൽ ക്വാളിറ്റേറ്റീവ് ആവും. എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. മലയാളത്തില് ഏതൊന്നിന്റെ സ്വഭാവമാണോ ഗണിതപരമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്, അങ്ങനത്തെ ഡേറ്റ വിളിക്കുന്ന പേര് ക്വാളിറ്റേറ്റീവ്. എക്സാമ്പിൾസ്: ബ്യൂട്ടി, ഇന്റലിജൻസ്, honesty, personality, goodwill, color of a flower, musical ability of a musician. ഇതൊന്നും അളക്കാൻ പറ്റുന്നതല്ല. ബ്യൂട്ടി, ഒരു കുട്ടിയുടെ സൗന്ദര്യം ഇത്ര എന്ന് പറയാൻ പറ്റൂല. ഇന്റലിജൻസ്, കുട്ടിയുടെ ബുദ്ധി ഇത്ര എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കുട്ടിയുടെ സത്യസന്ധത, ഹോണസ്റ്റി എത്ര എന്ന് പറയാൻ പറ്റൂല. കുട്ടിയുടെ പേഴ്സണാലിറ്റി എത്ര എന്ന് പറയാൻ പറ്റൂല. കമ്പനിയുടെ സൽപ്പേര് എത്ര എന്ന് പറയാൻ പറ്റൂല. കളർ ഓഫ് എ ഫ്ലവർ എണ്ണി പറയാൻ പറ്റൂല. മ്യൂസിക്കൽ എബിലിറ്റി ഓഫ് എ മ്യൂസീഷ്യൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റേറ്റീവ്. വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ്? എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. എക്സാമ്പിൾ: ബ്യൂട്ടി, ഇന്റലിജൻസ്, ഹോണസ്റ്റി, personality, goodwill, color of a flower, musical ability of a musician are the examples. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ എഴുതിയവർ കിടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻ രണ്ട് കോളങ്ങളിലായിട്ട് തിരിച്ചെഴുതണം. ഈ രണ്ട് എക്സാമ്പിൾ അവർ ഒരുമിച്ച് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്നും ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് എന്നും തിരിച്ചറിയാം. ഇപ്പോഴും മനസ്സിലാക്കിക്കോളണം. അളക്കാൻ പറ്റുന്നതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് കോളത്തിലും അളക്കാൻ പറ്റാതിരുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്വാളിറ്റേറ്റീവ്. അപ്പൊ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ഒറ്റ പ്രാവശ്യം കൂടെ നോക്കിക്കോളി. എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ക്യാൻ ബി ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എക്സാമ്പിൾസ്: ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഏജ്, ഇൻകം, എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് പഠിച്ചാൽ ക്വാളിറ്റേറ്റീവ്. എ ക്യാരക്ടറിസ്റ്റിക് വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി ഓർ മാത്തമാറ്റിക്കലി മെഷേർഡ് ഈസ് കാൾഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. എക്സാമ്പിൾ:
ബ്യൂട്ടി, ഇന്റലിജൻസ്, ഹോണസ്റ്റി, പേഴ്സണാലിറ്റി, ഗുഡ് വിൽ. മൂന്നാമത്തെ ഒരു ചെറിയ ചോദ്യമാണ്, വെറും 4 പോയിന്റുകൾ മാത്രം ആൻസർ. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം എന്ത്? 1. ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി കണക്കുകൾ ശേഖരിക്കുന്നതിന് സഹായിക്കുന്നു. 1. ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. സാമ്പത്തിക കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പറ്റി കണക്കുകൾ ശേഖരിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എക്കണോമിക്സ്. 2. ടു ഹെൽപ്പ് ടു അനലൈസ് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. കണക്കുകളെല്ലാം വിശകലനം ചെയ്യുന്നതിന് സഹായിക്കും. 3. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് മീൻസ് രൂപീകരിക്കുക. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കും. അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ നയരൂപീകരണത്തിന് സഹായിക്കും. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്? 1. ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. നേരെ മലയാളത്തിൽ പറയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയുള്ള കണക്കുകൾ ശേഖരിക്കുന്നതിന് സഹായിക്കുന്നു. 2. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയുള്ള കണക്കുകൾ വിശകലനം ചെയ്യുന്നതിന് സഹായിക്കും. 3. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് മീൻസ് ക്രിയേറ്റ്. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. മലയാളത്തില് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അല്ലെങ്കിൽ പോളിസീസ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. മലയാളത്തില് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്സ് സഹായിക്കുന്നു ഡിസിഷൻ മേക്കിംഗ്. ഉചിതമായ തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്? 4 പോയിന്റുകൾ മാത്രം. 1. ഇറ്റ് ഹെൽപ്പ്, എല്ലാവർക്കും ഇത് കാണാൻ പറയാൻ പറ്റുന്നതെന്ന് നോക്കിക്കോണം. 1. ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. 2. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. 3. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ഓർ ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. മലയാളത്തില് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ 4 ഇമ്പോർട്ടൻസ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന നോക്കിക്കോണം. 1. ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. 2. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലംസ്. 3. ഇറ്റ് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. അതിന്റെ മലയാളം, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നയരൂപീകരണത്തിന് സഹായിക്കും. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഹെൽപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലം. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് ഡാറ്റ ഓൺ ഇക്കണോമിക് പ്രോബ്ലം. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ഓർ ഫോർമുലേറ്റ് suitable policies to solve economic problems. Last one, it helps in decision making. പഠിക്കാൻ പോണ 4ാമത്തെ ചോദ്യം, ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മലയാളത്തില് പരിമിതികൾ. വാട്ട് ആർ ദ ഡ്രാബാക്ക് ഓർ ലിമിറ്റേഷൻസ്? 1. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പ്രതിപാദിക്കുന്നത് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകളെ പഠിക്കൂ, ക്വാളിറ്റേറ്റീവ് ഡാറ്റകൾ പഠിക്കുന്നില്ല. ഒരു കുട്ടിയുടെ ബ്യൂട്ടി, ഇന്റലിജൻസ് ഇങ്ങനെ പഠിക്കുന്നില്ല. ഒരു കുട്ടിയുടെ മാർക്ക്, ഏജ് അങ്ങനെ മാത്രമേ പഠിക്കൂ. അതിനാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഒന്നാമത്തെ ലിമിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്തേ പഠിക്കുന്നുള്ളൂ, എന്ത് പഠിക്കുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ പറ്റി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ,
ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് ലിമിറ്റേഷൻ മനസ്സിലാകാൻ നോക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂസ്, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 2 വാക്കുകളുടെ മലയാളം അറിയണം. അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശ മൂല്യങ്ങൾ, ആക്യുറേറ്റ് വാല്യൂ കൃത്യമൂല്യങ്ങൾ. അപ്പൊ മലയാളത്തില് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫലങ്ങൾ എപ്പോഴും അപ്രോക്സിമേറ്റ് വാല്യൂ ആവുള്ളൂ, ഒരിക്കലും ആക്യുറേറ്റ് വാല്യൂ ആവുന്നില്ല. മാറ്റി പറഞ്ഞാൽ കണക്ക് ചെയ്യുമ്പോഴേ കിട്ടുന്ന ഉത്തരങ്ങള് 6.43 കിട്ടുള്ളൂ, ഒരിക്കലും 6 7 ഒരു പൂർണ്ണമായ ആൻസർ വരുന്നില്ല. ഇതിനാ ഈ 6.43 അപ്രോക്സിമേറ്റ് വാല്യൂ എന്നും 7, 6 എന്ന പൂർണ്ണസംഖ്യ ആക്യുറേറ്റ് വാല്യൂ എന്നും പറയും. അപ്പൊ റിസൾട്ട് ഏതേ കിട്ടൂ, ഏത് കിട്ടുന്നില്ല. അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും, ആക്യുറേറ്റ് വാല്യൂ കിട്ടുന്നില്ല. അപ്പൊ 2 ലിമിറ്റേഷൻ ഒന്നുകൂടെ പഠിക്കണം. 1, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫലങ്ങൾ എപ്പോഴും അപ്രോക്സിമേറ്റ് വാല്യൂസ് ഏകദേശ മൂല്യങ്ങളെ ആവും, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ് കൃത്യ മൂല്യങ്ങൾ ആവുന്നില്ല. 2 പോയിന്റ് ഒന്നുകൂടെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂസ്, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 3, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം, ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പ്രതിപാദിക്കുന്നില്ല. അപ്പൊ 3 ലിമിറ്റേഷൻ ഒന്നുകൂടെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ്. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂ, നോട്ട് ആക്യുറേറ്റ് വാല്യൂ. 3, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം, മലയാളത്തില് ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റിനകത്ത് പ്രതിപാദിക്കുന്നില്ല. 4, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്, വിദഗ്ധർ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രം ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സാമാന്യം ബുദ്ധിയുള്ളവർ മാത്രം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ 4ാമത്തെ ലിമിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ ആര് മാത്രം, എക്സ്പെർട്ട്. മലയാളത്തിൽ പറയുമ്പോൾ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രം ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറിയിട്ടുണ്ട്. 5, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്, എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറിയിട്ടുണ്ട്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പ്രതിപാദിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നേരത്തെ നമ്മൾ പഠിച്ചതാണ്, ആ ഡേറ്റകളെ പ്രതിപാദിക്കൂ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ നേരത്തെ പറഞ്ഞതാണ്, അത് പ്രതിപാദിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് ലിമിറ്റേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നോക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. 2, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂസ്, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 2 വാക്കുകൾ അറിയണം. ഏകദേശ മൂല്യങ്ങളെ കിട്ടൂ, കൃത്യ മൂല്യങ്ങൾ കിട്ടുന്നില്ല. ഏകദേശം ഇതുപോലെ 6.43 കിട്ടുള്ളൂ, ഒരിക്കലും 6 7 ഒരു പൂർണ്ണമായ ആൻസർ വരില്ല. 3, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം, ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും ഈ സബ്ജക്റ്റിനകത്ത് പ്രതിപാദിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ നാലാമത്തെ പറയാൻ. 4ാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്, ഏകദേശം വിദഗ്ധർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമായിട്ട് ഇത് മാറിയിരിക്കുന്നു. 5, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്, എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ശാസ്ത്രം ആയിട്ട് ഇന്നത് മാറിയിരിക്കുന്നു. അപ്പൊ 5 ലിമിറ്റേഷൻ നിങ്ങൾക്ക് പിടിയിട്ടുന്ന നോക്കിക്കോണം. ഒന്നുകൂടെ പറയാം. 5 മലയാളം മനസ്സിലാവുന്ന നോക്കിക്കോണം. 1, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. മാർക്ക്, ഏജ്, ഇൻകം ഇങ്ങനെയുള്ള വാക്കുകൾ പഠിക്കും. ബ്യൂട്ടി, ഇന്റലിജൻസ് അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഇതൊന്നും പഠിക്കുന്നില്ല. അതിന് പറയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് പഠിക്കും, ക്വാളിറ്റേറ്റീവ് പഠിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് ലിമിറ്റേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. 2. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫലങ്ങൾ എപ്പോഴും അപ്രോക്സിമേറ്റ് വാല്യൂസ്, ഏകദേശ മൂല്യങ്ങളെ ആവുകയുള്ളൂ. നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്, കൃത്യ മൂല്യങ്ങൾ ആവുന്നില്ല. 3. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം. ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും ഈ സബ്ജക്റ്റിനകത്ത് പ്രതിപാദിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ പോരായ്മ. 4. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്. വിദഗ്ധർ മാത്രം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ലാസ്റ്റ് ലിമിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്. എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ശാസ്ത്രമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പൊ വാട്ട് ആർ ലിമിറ്റേഷൻസ്? ഈ 5 പോയിന്റുകളിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയാണ്. സ്വന്തമായിട്ട് 1, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. 2. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂസ്, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 3. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം. 4. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്. 5. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്. മലയാളം, എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറിയിരിക്കുന്നു. വാട്ട് ആർ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു നോക്കിക്കോളി. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. 2. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂസ്, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 3. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം. 4. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്. 5. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയോളി പറ്റുന്നുണ്ടാകുന്ന. 1. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, നോട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. 2. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ഓൺലി അപ്രോക്സിമേറ്റ് വാല്യൂ, നോട്ട് ആക്യുറേറ്റ് വാല്യൂസ്. 3. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഷോ എൻറ്റയർ സ്റ്റോറി ഓഫ് എ പ്രോബ്ലം. 4. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എക്സ്പെർട്ട്. 5. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഈസിലി മിസ്യൂസ്ഡ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, മലയാളത്തില് ധർമ്മങ്ങൾ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? 1. ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. സിംപ്ലിഫൈസ് ലളിതമാക്കുന്നു. കോംപ്ലക്സിറ്റി സങ്കീർണത. ഡിഫിക്കൽറ്റി എന്ന വാക്കിന്റെ വേറെ വാക്കാണ് കോംപ്ലക്സിറ്റി. അപ്പോഴും ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി, സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമാക്കുന്നു എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒന്നാമത്തെ ധർമ്മം. ഫസ്റ്റ് പോയിന്റ് 4 പോയിന്റേ ഉള്ളൂ. 1. ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. മലയാളം മനസ്സിലാവണം. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമാക്കുന്നു എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഒന്നാമത്തെ ധർമ്മം. 2. ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്. അമിതമായ ഭാരങ്ങളെല്ലാം കുറച്ച് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി മീൻസ് ഡിഫിക്കൽറ്റി. മലയാളത്തില് സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി പഠിക്കുന്നതിന് സഹായിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ധർമ്മം. ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. 2. ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്. അമിതമായ ഭാരങ്ങളെ കുറച്ച് കാണിക്കുന്നു എന്നത് രണ്ടാമത് ധർമ്മം. 3. ഇറ്റ് ഹെൽപ്പ് ടു കമ്പാരിസൺ. ഇത് താരതമ്യ പഠനങ്ങൾക്ക് സഹായിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറന്റ് ഫാക്ടേഴ്സ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. ഇപ്പൊ 4 ധർമ്മങ്ങളെ ഉള്ളൂ. 4 സിമ്പിൾ പോയിന്റുകൾ മാത്രം. 1. ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. എല്ലാവരും പറയാൻ പറ്റും. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമാക്കുന്നു. 2. ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്. അമിതമായ ഭാരങ്ങളെല്ലാം കുറച്ച് കാണിക്കുന്നു. 3. ഇറ്റ് ഹെൽപ്പ് ടു കമ്പാരിസൺ. താരതമ്യ പഠനങ്ങൾക്ക് സഹായിക്കുന്നു. 4. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറന്റ് ഫാക്ടേഴ്സ്. മലയാളം മനസ്സിലാവണം. വ്യത്യസ്തമായ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ വാട്ട് ആർ ദ ഫങ്ഷൻസ്? 1.
ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. 2, ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്. 3, ഇറ്റ് ഹെൽപ്പ് ടു കമ്പാരിസൺ. 4, ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? എല്ലാ പരീക്ഷകളിലാണ് ഇത്ര മാത്രം. 1, ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. 2, ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്. 3, ഇറ്റ് ഹെൽപ്പ് ടു കമ്പാരിസൺ. 4, ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. 4 മലയാളം മനസ്സിലാവുന്ന നോക്കിയോണം. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമാക്കുന്നു എന്നതാണ് ഒന്നാമത്തതാകും. 2, വിശാലമായ കണക്കുകളെ ചുരുക്കി പഠിക്കുന്നതിന് സഹായിക്കുന്നു. 3, കമ്പാരിസൺ താരതമ്യ പഠനത്തിന് സഹായിക്കുന്നു. 4, ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. പല അല്ലെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. വാട്ട് ആർ ദ ഫങ്ഷൻസ്? ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി, ഇറ്റ് റെഡ്യൂസസ് ബൾക്ക്, ഇറ്റ് ഹെൽപ്പ് ടു സിമ്പിൾ പോയിന്റ് ആണ്. ഇറ്റ് ഹെൽപ്പ് ടു കമ്പാരിസൺ, ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. The word distrust of statistics means lack of confidence, വിശ്വാസ ഇല്ലായ്മ in എവിടെയൊക്കെ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് ഡിസ്ട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം. The word distrust of statistics means lack of confidence, മലയാളത്തിൽ വിശ്വാസ ഇല്ലായ്മ. ഇനി ഏതിലൊക്കെ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, സ്ഥിതി വിവര രീതികളിലും, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, സ്ഥിതി വിവര പ്രസ്താവനകളിലും. വാട്ട് ഈസ് ഡിസ്ട്രസ്റ്റ്? The word distrust of statistics means lack of confidence in എവിടെയൊക്കെ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. The word distrust of statistics or misuse of statistics means lack of confidence, വിശ്വാസ ഇല്ലായ്മ. ഇനി ഏതിലൊക്കെ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. നേരെ മലയാളത്തില് സ്ഥിതി വിവര പ്രസ്താവനകളിലും സ്ഥിതി വിവര രീതികളിലും വിശ്വാസ ഇല്ലായ്മ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഡിസ്ട്രസ്റ്റ്. The word distrust of statistics means lack of confidence in ഏതിലൊക്കെ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് റീസൺസ്. താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഫോർ ദ മിസ്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തിന്റെ ദുരുപയോഗത്തിന്? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ദുരുപയോഗത്തിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നു. നമ്പർ 1, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്, സാങ്കേതികപരമായ അറിവില്ലായ്മ. ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്, സാങ്കേതിക അറിവിന്റെ അഭാവം. 2, ബയാസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, കണക്കുകൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആളിന്റെ ബയാസ് പക്ഷപാതം നിറഞ്ഞ മനോഭാവം. 3, ഇറ്റ് ക്യാൻ പ്രൂവ് എനിത്തിങ് ഈസ് റോങ്, എല്ലാം തെളിയിക്കാന്നുള്ള വസ്തുത റോങ്, തെറ്റ്. 4, യൂസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡേറ്റ ഓർ അൺക്ലിയർ ഡേറ്റ, അപൂർണമായ ഡേറ്റകളുടെ ഉപയോഗം. അപ്പൊ വാട്ട് ആർ ദ റീസൺസ് ഫോർ മിസ്യൂസ്? 1, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്, സാങ്കേതിക അറിവില്ലായ്മ. 2, ബയാസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, ഇൻവെസ്റ്റിഗേറ്ററുടെ പക്ഷപാതം നിറഞ്ഞ മനോഭാവം. 3, ഇറ്റ് ക്യാൻ പ്രൂവ് എനിത്തിങ്, എല്ലാം തെളിയിക്കാമെന്നുള്ള വസ്തുത റോങ്, തെറ്റാണ്. 4, യൂസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡേറ്റ ഓർ അൺക്ലിയർ ഡേറ്റ, അപൂർണമായ ഡേറ്റകളുടെ ഉപയോഗം അല്ലെങ്കിൽ അവ്യക്തമായ ഡേറ്റകളുടെ ഉപയോഗം. ഇത്രയുള്ളൂ. ഒന്നുകൂടെ മനസ്സിലാക്കിയോ? നോട്ട് ഇത്രയുള്ളൂ. The word distrust of statistics means lack of confidence in statistical methods and statistical statements. The word distrust of statistics means or misuse of statistics means lack of confidence in statistical methods and statistical statements. Following are the important reasons. താഴെ പറയുന്നതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്തിനുള്ള? മിസ്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദുരുപയോഗത്തിനുള്ള. 1, ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്, സാങ്കേതികപരമായ അറിവിന്റെ അഭാവം. 2, ബയാസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, ഇൻവെസ്റ്റിഗേറ്ററുടെ പക്ഷപാതം നിറഞ്ഞ മനോഭാവം. 3, ഇറ്റ് ക്യാൻ പ്രൂവ് എനിത്തിങ്, എല്ലാം തെളിയിക്കാന്നുള്ള ആശയം റോങ്, തെറ്റാണ്. 4, യൂസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡേറ്റ ഓർ അൺക്ലിയർ ഡേറ്റ,
അവ്യക്തമായ ഡേറ്റകളുടെ അല്ലെങ്കിൽ അപൂർണമായ ഡേറ്റകളുടെ ഉപയോഗം. അപ്പോൾ ഒരിക്കൽ കൂടെ വേർഡ് distrust of statistics means lack of confidence in statistical methods and statistical statements. Following are the important reasons for the misuse of statistics. They are 1. Lack of technical knowledge. 2. Bias of the investigator. 3. It can prove anything is wrong. 4. Use of incomplete data or unclear data. ഒരിക്കൽ കൂടെ എല്ലാവരും പറയാൻ പറ്റുന്ന നോക്കണം. The word distrust of statistics means lack of confidence in statistical methods and statistical statements. Following are the important reasons for the misuse of statistics. 1. Lack of technical knowledge. 2. Bias of the investigator. 3. It can prove anything is wrong. 4. Use of incomplete data or unclear data.